അല്ല, ഞാൻ പറയട്ടെ, കാരണം 52% ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തോറ്റത് ഓർമ്മയില്ലേ? അപ്പോൾ നാളെ തോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. 52% കിട്ടി എന്നുള്ളതിൻ്റെ അഹങ്കാരത്തിന് കൈയും കാലം വെച്ച്, അത് തന്നെ ഇതുപോലുള്ള അഹങ്കാരം പറഞ്ഞവരാണല്ലോ മാരാരിക്കുളത്തും സുധീരനായാലും വേണുഗോപാലും. ഒന്ന് രണ്ട് ജയിച്ചു, പിന്നെ അവസാനം തോറ്റു പോയില്ലേ? അപ്പോൾ ഈ അഹങ്കാരം എന്നതിൻ്റെ പേരോ നിങ്ങളിവിടുത്തെ MLA ആണ്. വേറെ ഇത്രയും അഹങ്കാരം ഞാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായം കൊണ്ട് മുഖ്യമന്ത്രിയില്ലേ 2 പ്രാവശ്യം ഇങ്ങനെ വിരൽ ചൂണ്ടി മൂക്കിൽ താഴെ ചൂണ്ടിക്കൊണ്ട് ധിക്കാരപരമായി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സതീശനെ കൂട്ടാറുണ്ട്. ഞാനെന്ത് ചെയ്തിട്ടാണ് അയാൾ എൻ്റെ നിലയിൽ കയറാൻ പറ്റുന്നത്? ശ്രീധാരണധർമ്മം എന്നെ പഠിപ്പിക്കുകയാണ്. ശ്രീധാരണധർമ്മം ഇവർ പഠിപ്പിച്ച് ഞങ്ങളുടെ ധർമ്മക്കാരനാക്കാനാണ് ഇവർ നടക്കുന്നത്. എന്ത് ഞങ്ങൾക്ക് ഗുണം ചെയ്തു? അയാളെ ഏത് ഗുണം ചെയ്തു? അങ്ങനെ ഇപ്പോൾ തന്നെ 100 പേര് ജയിക്കുന്നൊക്കെ ഇന്ന് പത്രത്തെ കണ്ടതാണ്. 100 പേരെ ജയിപ്പിച്ചെടുക്കുന്നത്. ഇയാൾ വിചാരിച്ച ഒരു മരപ്പട്ടിനെ ജയിപ്പിക്കാനൊക്കെ. ആ, കാരണം സതീശൻ്റെ പറച്ചിനെ പറ്റി ഇവിടെ വിലയിരുത്തും. അത് കുറച്ചൊന്നുമില്ല. വെല്ലുവിളിക്കുന്നു. 100 സീറ്റ് കിട്ടണമെന്ന് ഞാനുണ്ടല്ല. അന്ന് SDP ജനറൽ സെക്രട്ടറി സ്ഥാനം ചാവി ഇങ്ങനെ രാഷ്ട്രീയ പരമാസത്തിന് പോകാൻ തയ്യാറുണ്ടാകും.